ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റ് സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ പത്തരമാറ്റിൽ നാളെ നമ്മൾ എല്ലാവരും കാണാൻ ആഗ്രഹിച്ച അനാമികയുടെ കൊമ്പൊടിയുന്ന ഭാഗങ്ങളാണ് കേട്ടോ വരാൻ വേണ്ടി പോണത്. അങ്ങനെ അനാമികയുടെയും അതുപോലെ തന്നെ അനിയൻ്റെയും വിവാഹ മോചനത്തിൻ്റെ ലാസ്റ്റ് ഘട്ടമാണ് കോടതിയിൽ നടക്കാൻ വേണ്ടി പോണത്. അപ്പോൾ അനാമികക്ക് ഭയങ്കര സന്തോഷമാണ്. എന്തൊക്കെ സംഭവിച്ചാൽ ഇന്ന് കോടിക്കണക്കിന് രൂപ കിട്ടുമായിരിക്കും, എന്തായാലും 15 കോടിയെങ്കിലും കിട്ടുമായിരിക്കും നഷ്ടപരിഹാരമായിട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്താണ് കോടതിയിൽ എത്തുന്നത് കേട്ടോ. അപ്പോൾ കൂടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട് അനാമികയുടെ കൂടെ. എനിക്കാണെങ്കിൽ ഒരു വിശ്വാസവും ഇല്ല, തന്നെ ആ നവീൻ ചതിക്കുമായിരിക്കും. തനിക്ക് ഡിവേഴ്സ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നന്ദുവിനെ നവീനെ വിവാഹം കഴിക്കാൻ കുറച്ച് കൂടുതൽ എളുപ്പമാവുമല്ലോ. അതുകൊണ്ട് അവൻ എന്തായാലും വിവാഹമോചനത്തിന് വേണ്ടി തന്നെ ഹെൽപ്പ് ചെയ്യാൻ പോകണമെന്നില്ല. അതുകൊണ്ട് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതെയാണ് അനി കോടതി റൂമിൽ കയറിയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ രണ്ട് പ്രതിക്കൂട്ടിലായിട്ട് ഒരു പ്രതിക്കൂട്ടിൽ നമ്മുടെ അനിയും മറ്റേ എതിർഭാഗത്ത് നമ്മുടെ അനാമികനെ നിർത്താണ്. ശേഷം നവീനാണ് വിചാരണ തുടങ്ങുന്നത്. അനാമികടുത്ത് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. നവീൻ ചോദിക്കുന്ന ഓരോരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴേക്കും അനാമികക്ക് ഷോക്ക് ആവാട്ടോ. കാരണം താൻ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് നവീൻ ഓരോന്ന് തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തനിക്ക് എത്ര കാമുകന്മാരുണ്ട്, അവരുടെ തന്നെ എവിടെയൊക്കെ ചുറ്റിക്കറങ്ങിയിട്ടുണ്ട്, അനിയായിട്ടുള്ള വിവാഹശേഷം തനിക്ക് എത്ര കാമുകമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നവീൻ പറയുന്നുണ്ട്. അത് മാത്രമല്ല, അനാമിക അനിയായിട്ടുള്ള വിവാഹത്തിന് ശേഷവും തൻ്റെ കാമുകന്മാരായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു എന്നും കാമുകന്മാരെ കാണാൻ പോയിട്ടുണ്ടെന്നും എന്നുള്ള ഹോൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ തന്നെ കോടതിയിൽ കാണിച്ചു കൊടുക്കുകയാണ്. അതുമാത്രമല്ല, ഈ അനാമികയും തൻ്റെ കാമുകനുമായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അനാമിക പറയുന്നുണ്ട്, യുവർ ഓണർ, ഇതെല്ലാം ഫേക്കാണ്, ഇതെല്ലാം മോർഫ് ചെയ്ത ഫോട്ടോസാണ്, ഇങ്ങനത്തെ ഫോട്ടോസൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാലോ എന്ന് പറയുമ്പോഴേക്കും നവീൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ അനാമികയെ, ഈ ഫോട്ടോസ് ഞാൻ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എടുത്ത ഫോട്ടോസ് എന്നല്ല, നിങ്ങൾ ആ സമയത്ത് അവിടെ പോയപ്പോൾ CCTV പതിഞ്ഞതാണ്. വിശ്വാസമില്ലെങ്കിൽ CCTV ദൃശ്യങ്ങളും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്ന് പറയണം. അങ്ങനെ കോടതിക്ക് ഏറെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അനാമിക ഒരു ഫ്രോഡാണ്, പൈസ അടിച്ച് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു കള്ളക്കേസ് കൊടുത്തതെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടോ. ശേഷം നവീൻ പറയുന്നുണ്ട്, ശരി, ഞാൻ പറഞ്ഞതൊക്കെ കള്ളുവാണെന്നിരിക്കട്ടെ, അനാമിക ഇപ്പോൾ ഈ നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടത് 15 കോടി രൂപയാണല്ലോ. ആ പൈസ കിട്ടുകയാണെങ്കിൽ അനാമികയുടെ കാമുകന്റെ കൂടെ ഓസ്ട്രേലിയയിൽ പോവാനായിരുന്നു നിൽക്കുന്നത്. അയ്യോ, കാമുകനോ? എനിക്കോ? ഒരിക്കലുമില്ല, ഇയാൾ കള്ളം പറയാ എന്ന് അനാമിക പറയുമ്പോൾ നമ്മുടെ അനാമികയുടെ കാമുകനുണ്ടല്ലോ, അതായത് ഇപ്പത്തെ കാമുകൻ, അതായത് ഓസ്ട്രേലിയയിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞ കാമുകൻ, അയാളെ കോടതിയിൽ ഹാജരാക്കാണ് നവീൻ. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ. കാരണം നവീൻ പറയുന്ന ഓരോരോ വാക്കുകളും കോടതി അത്രമാത്രം ശ്രദ്ധയോടെയും എനിക്ക് നല്ല രീതിയിൽ ഗുണം വരുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് എല്ലാം തന്നെ നവീൻ പറയണത്. അനാമികനെ ശരിക്കും തേച്ചൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഇപ്പത്തെ കാമുകനെ വിളിച്ചു വരുത്തിയിട്ട് കോടതിയിൽ ഹാജരാക്കാണ് നവീൻ. ശേഷം ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇയാളാണ് ഇപ്പത്തെ കാമുകൻ, ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ എന്ന് അയാളുടെ അടുത്ത് പറയണം. അപ്പോൾ അയാൾ കോടതി മുമ്പാകെ സത്യങ്ങളൊക്കെ തുറന്നു പറയാണ്. അനാമികയും ഞാനും തമ്മിൽ ഇപ്പോൾ ഒരു 4 വർഷമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയണം. ഞാനായിട്ട് മാത്രമല്ല, ഇവൾക്ക് പല ആൾക്കാരായിട്ടുള്ള ബന്ധമുണ്ട്. അത് ഞാൻ അറിഞ്ഞത് ഈ ഇടക്കാണ്. എൻ്റെ വിശ്വാസം ഇവൾ എന്നെ മാത്രം സ്നേഹിക്കുന്നു എന്നായിരുന്നു. അതിനുശേഷം ഇവൾ അനിയായിട്ടുള്ള വിവാഹത്തിന് തലേന്ന് വരെ എന്നെയായിട്ട് ചുറ്റിക്കറങ്ങിയ പെണ്ണാണ്. അനിയനെ വിവാഹം കഴിക്കേണ്ടത് തന്നെ പണത്തിന് വേണ്ടിയിട്ടായിരുന്നു. ശേഷം അനിയുടെ അവിടുന്ന് പണവും സ്വർണവും ഒക്കെ മോഷ്ടിച്ച് എൻ്റെ കൂടെ ഒളിച്ചോടി പോകുക, അതായിരുന്നു ഇവളുടെ ഉദ്ദേശം. ഇവളുടെ അച്ഛനൊക്കെ ഫ്രോഡാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാട്ടോ. ഇത് കേൾക്കണ നമ്മുടെ കോടതി ഒരു അവസാന തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ ജഡ്ജി അവസാന തീരുമാനത്തിലേക്ക് എത്താണ്. ഇപ്പോഴത്തെ ചില പെണ്ണുങ്ങൾക്കൊരു വിചാരമുണ്ട്, എന്ത് തെറ്റ് ചെയ്താലും പെണ്ണുങ്ങളുടെ കൂടെ നീതി ന്യായവും എല്ലാം അവരെ സപ്പോർട്ടായിട്ട് നിൽക്കുമെന്നു. പക്ഷെ അതങ്ങനെയല്ല മോളെ. സത്യം എന്തായാലും എപ്പോഴായാലും തെളിയും. ആ സമയത്ത് എന്ത് തെറ്റാണ് ചെയ്തത് അതിനുള്ള ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. ഇവിടെ അനാമിക ചെയ്ത തെറ്റ് കോടതിക്ക് ബോധ്യമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് 10 പൈസ പോലും അനാമിക അനിക്ക് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ അനിയൻ ഇത്രയും നാളെ ബുദ്ധിമുട്ടിപ്പിച്ചതിനും അനി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ ജീവിതം തൊലച്ചതിനും അനാമികയുടെ വീട്ടുകാരും 5 ലക്ഷം രൂപയാണ് അനിക്ക് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടത് എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും അനാമിക, ഈശ്വര, കോടതിയിലേക്ക് വന്നത് എന്തിനാണ്, കോടിക്കണക്കിന് രൂപ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം കയ്യിലുള്ള പൈസ കൂടി പോകാൻ പോകണമല്ലോ എന്നൊക്കെ ആലോചിക്കുകയാണ്. ശേഷം കോടതി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ 2 പേരുടെ വിവാഹമോചനം ഈ കോടതി ശരിവെക്കുകയാണ്. 2 പേരും ഇനി രണ്ട് വ്യക്തികളാണ്, നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല, അതുകൊണ്ട് നിങ്ങളുടെ വിവാഹമോചനം നടന്നിരിക്കുന്നു എന്ന് കോടതി പറയുന്നുണ്ട്. അനി സന്തോഷം കൊണ്ട് വളരെ നന്ദിയുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ജഡ്ജിയുടെ മുമ്പിൽ കൈകൂപ്പി അങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് നിൽക്കുക കേട്ടോ. കോടതി ഇറങ്ങുമ്പോഴേക്കും അനാമിക നവീനോട് പറയേണ്ടതും, എന്നാലും നവീൻ വക്കീലെ കൊള്ളാം, ഞങ്ങളുടെ കൂടെ പല കാര്യത്തിൽ നിന്നിട്ടും അവസാനമായപ്പോഴേക്കും കാല്
കാല് മാറിയല്ലേ? അതെ, കാല് മാറും. അതെന്താണെന്നറിയാവോ? ഇതുപോലത്തെ ഫ്രോഡ് പെണ്ണുങ്ങളെ നമ്മുടെ നാട്ടിൽ ആവശ്യമില്ല. ഇതുപോലത്തെ പെണ്ണുങ്ങളെ ജയിച്ചു കഴിഞ്ഞാലേ പല പെണ്ണുങ്ങൾക്കും പ്രചോദനമാവും. നല്ല പെണ്ണുങ്ങളുടെ പേര് കളയാൻ വേണ്ടി നിന്നെ പോലെ ഒരു ഇറങ്ങിയിട്ടുണ്ടാകും. അതുകൊണ്ട് നിന്നെ ഇതുപോലത്തെ ഒരു അവസ്ഥയെ വലിച്ചു കീറണമെന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു. ഒരേ സമയം പല കാമുകന്മാരായിട്ട് കൊണ്ടു നടക്കുമ്പോൾ ആലോചിക്കണം. ഒരു സമയത്ത് ഇപ്പൊ വെയില് ചാടിയ പശുവിന കൊമ്പ് കൊണ്ട് അന്ത്യം എന്ന് കേട്ടില്ലേ? അതാണ് അനാമികയുടെ അവസ്ഥ. ഇനിയിപ്പോ 5 ലക്ഷം രൂപ അനിക്ക് കൊടുത്തോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ച വേണമെങ്കിൽ 5 ലക്ഷം എന്നുള്ളത് 15 ലക്ഷമൊക്കെ ആക്കാൻ പറ്റുമായിരുന്നു. പിന്നെ പോട്ടെ, 5 ലക്ഷമെങ്കിൽ 5 ലക്ഷം അത് കൊടുക്കണമെന്ന് ഞാനും വിചാരിച്ചുള്ളൂ. ഇനി നിങ്ങൾ നോക്കിക്കോ, ഇനി അടുത്തത് എന്താ കാണാൻ പോണെന്ന് അറിയാവോ? ഇപ്പൊ വിവാഹമോചനം നടന്നില്ലേ? നാളെയോ മറ്റന്നാളോ തന്നെ നമ്മുടെ അനി നന്ദുവിന്റെ കഴുത്തിൽ താലി കെട്ടും. അവര് സുഖമായിട്ട് ജീവിക്കും. നിങ്ങളുടെ മോളെ ആരും വിവാഹം കഴിക്കാൻ പോകുന്നില്ല. ഇപ്പൊ വന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, അവനെ ഇവളുടെ തനി സ്വഭാവം മനസ്സിലായി. പിന്നെ അവനും പണത്തിന് വേണ്ടിയൊക്കെ തന്നെയായിരുന്നു ഇവളുടെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ ഇവൾ ഇത്രയും ഫ്രോഡാണെന്ന് അയാളും അറിഞ്ഞില്ല. അതുകൊണ്ട് നിങ്ങളുടെ മോള് ഇങ്ങനെ തന്നെ നിൽക്കേയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നവീൻ അവിടുന്ന് പോവാട്ടോ. ആ സമയത്ത് നമ്മുടെ അനാമിക ഷോ കയ്യിലുള്ളത് പോയും ചെയ്യും, ഉത്തരത്തിലുള്ളത് കിട്ടിയതും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ്. അനി ഓടി വന്ന് നവീനെ കെട്ടിപ്പിടിക്കേണ്ട. എടാ, ഞാൻ വിചാരിച്ചില്ല നീ ഈ കേസ് ഇത്ര സൂപ്പറായിട്ട് വാദിക്കുമെന്ന്. പിന്നെ നീ എന്താടാ വിചാരിച്ചത്? ഞാൻ നിന്നെ തോപ്പിച്ച് കളയോന്നോ? നീ എന്നെക്കുറിച്ച് അങ്ങനെയൊക്കെയാണോ വിചാരിച്ചത്? എടാ, അത് പിന്നെ എനിക്ക് മനസ്സിലായടാ, ഇതൊക്കെ നവീൻ്റെ ഒരു ചെറിയൊരു ഡോസാണെന്ന് കൂട്ടിക്കോ. കാരണം നീയും നന്ദും തമ്മിൽ പ്രണയത്തിലാണെന്നൊക്കെ എനിക്ക് ഈ അടുത്താണ് മനസ്സിലായത്. നിങ്ങൾ രണ്ടും കൂടി എന്നെ വട്ടാക്കാണെന്ന് കേട്ടപ്പോൾ എനിക്കൊരു വിഷമമായി. നിങ്ങളെ ചെറുതായിട്ടൊന്ന് ടെൻഷൻ അടിപ്പിക്കുക, അതിന് വേണ്ടിയിട്ട് ഞാൻ പലതും കാണിച്ചു കൂട്ടിയത്. പിന്നെ നിങ്ങൾ രണ്ടുപേരും ഒറ്റക്കാണ് കഴിഞ്ഞ ദിവസം അവിടെ ഒരു സ്ഥലത്ത് പോയിട്ട് താമസിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നെ നിൻ്റെയും ഇനി മുതൽ നന്ദുവിൻ്റെ വിവാഹത്തിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം കേട്ടോ. അതുകൊണ്ട് ടെൻഷനൊന്നും ആവണ്ട. നമുക്ക് വരുന്നിടത്ത് കാണടാ, ഞാൻ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ്. ശരിക്കും എനിക്ക് കണ്ണ് നിറഞ്ഞു പോകാട്ടോ. അങ്ങനെ നവീനെ കെട്ടിപ്പിടിക്കുകയാണ്. എടാ, ഞാൻ എന്താണ് നിനക്ക് തരേണ്ടത്? എൻ്റെ പൊന്നു അനി, എനിക്കൊന്നും വേണ്ട. ഈ കേസിന് 10 പൈസ പോലും മേടിക്കില്ലെന്ന് ഞാൻ നിന്നോട് വാക്ക് പറഞ്ഞതാണ്. എനിക്ക് പൈസയും കാര്യങ്ങളൊന്നും വേണ്ട. നീയും നന്ദും എൻ്റെ നല്ല സുഹൃത്തുക്കൾ തന്നെയായിരിക്കും ഇനി എപ്പോഴും അങ്ങോട്ട്. ഇനി നിങ്ങളുടെ വിവാഹകാര്യം, അതിനും ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എടാ, നീ നോക്കിക്കോ, നിനക്ക് പറ്റിയ നല്ലൊരു പെൺകുട്ടീനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചു തരും. അയ്യോ, അവന്തികയാണോ? എനിക്ക് വേണ്ട. നവീൻ പറയുമ്പോൾ അനി പറയണ്ടേ, അവന്തിക എന്നല്ലടാ, എനിക്ക് പരിചയമുള്ള 2-3 പെൺകുട്ടികളുണ്ട് നിനക്ക് പറ്റിയത്. ഞാൻ നോക്കട്ടെ, നീ നോക്കിക്കോ. എൻ്റെയും നന്ദുവിൻ്റെ വിവാഹം കഴിഞ്ഞ് മാക്സിമം 1 മാസം അതിനുള്ളിൽ ഞാൻ നിന്റെ വിവാഹം നടത്തിയിരിക്കും. നിന്റെ അമ്മ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരു നല്ലൊരു പെൺകുട്ടീനെ. അതുപോലെ ശരി, എന്നാൽ നിനക്കും നന്ദുവിനെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് പറ്റിയ നല്ലൊരു പെൺകുട്ടീനെ കണ്ടെത്താൻ നിന്നെ നന്ദുവിനെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്നിങ്ങനെ പറയണം. എനിക്കും ഭയങ്കര സന്തോഷമാവുന്നു കേട്ടോ. അപ്പം അങ്ങനത്തെ കുറേ ഭാഗങ്ങളാണ് നമ്മൾ ഇനിയിപ്പോൾ ഈ ആഴ്ച കാണാൻ പോണത്. അതിൻ്റെ കൂടെ തന്നെ ജാനകിയുടെയും അതുപോലെ തന്നെ അജയൻ്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്താവുന്ന ഭാഗം അത് വേറെയുണ്ട്. അത് ഞാനിപ്പോൾ അടുത്ത റിവ്യൂലായിട്ട് പറയാം. എന്തായാലും നമ്മുടെ അനാമികക്ക് കിട്ടേണ്ട പണിയൊക്കെ കിട്ടി. ഇനി അനാമിക എന്ന് പറഞ്ഞ ടോപ്പിക്ക് എന്തായാലും ഉണ്ടാവുമെന്ന് തോന്നണമില്ല. നന്ദുക്കും ഭയങ്കര സന്തോഷം, അനി ഫ്രീ ആയല്ലോ. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.